അവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തെങ്ങിന് വളം ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ ഇപ്പോഴുണ്ട്. അതായത് വലിയ മഴ കഴിഞ്ഞതിന് ശേഷമാണ് ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മുടെ നാട്ടിൽ വളം ചെയ്യുക. അപ്പോൾ ആ വളം ചെയ്യുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് കുറേ കാലങ്ങളായി വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് വളങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഇതൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. ചെടിയുടെ ഇലച്ചാർത്ത് തന്നെയാണ് വളം ചെയ്യേണ്ടതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷേ വളം ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇത് മൂന്നുമാണ് പ്രാഥമിക മൂലകങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സംഭവങ്ങൾ. NPK നമ്മൾ എളുപ്പത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ. അപ്പോൾ ഈ NPK വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മണ്ണിൽ ഇത് എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് ഇത് എത്രത്തോളം വേണം എന്നറിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത്. അല്ലാതെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ വില ചോദിക്കും. അപ്പോൾ യൂറിയക്ക് ഇത്തിരി വില കുറവാണ്, പൊട്ടാസ്യത്തിന് ഇത്തിരി വില കൂടുതലാണ്. കാരണം പൊട്ടാസ്യം എന്ന് പറയുന്നത് പൊട്ടാഷ് എന്നുള്ളൊരു വളമാണ് നമുക്ക് കിട്ടുക. ഈ പൊട്ടാഷ് നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ മൊത്തം ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നാണ് അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് നമ്മളെ യൂറിയനെയും രാജ്ഫോസിനേക്കാളും വില കൂടുതലായിരിക്കും. അപ്പോൾ വില കൂടിയത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പൊട്ടാഷ് ഉപയോഗിക്കില്ല. അതിന് പകരം യൂറിയയും രാജ്ഫോസും നമ്മൾ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കും. ചില സമയത്ത് നമ്മൾ മിക്സ്ചേഴ്സും കോംപ്ലക്സ് വളങ്ങളും ഉപയോഗിക്കും. അപ്പം ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സാണ് നമ്മുടെ കീശക്കാണെങ്കിലും മണ്ണിനാണെങ്കിലും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കമ്പാരറ്റീവ്ലി നമുക്കുണ്ട്. കാരണം നമ്മൾ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചാണകവളം, മണിര കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, ഇതിലൊക്കെ തന്നെ നൈട്രജൻ്റെ അളവ് കുറച്ചുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശീമക്കൊന്ന ഇല പോലുള്ള പച്ചില വളങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നൈട്രജൻ്റെ അളവ് നമുക്ക് അതിൽ നിന്നും നമുക്ക് കിട്ടും. അതേസമയം പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ മണ്ണിൽ വളരെ കുറവാണ്. ചെടീനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനത്തിന് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം പൊട്ടാസ്യമാണ്. അപ്പോൾ അത് നമുക്ക് കൊടുത്തേ പറ്റൂ. പണ്ടത്തെ ആൾക്കാർ ഈ കല്ലുപ്പിടുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഒരു തെങ്ങിന് 2 കിലോഗ്രാം വരെ കല്ലുപ്പ് കൊടുക്കുമ്പോഴത്തേക്കും പൊട്ടാസ്യത്തിന് പകരം സോഡിയം അവിടെ കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ കല്ലുപ്പ് ഉപയോഗിക്കുന്നില്ല, പൊട്ടാഷ്യം ഉപയോഗിക്കാതെ വരുമ്പോഴത്തേക്കും മണ്ണിൽ പൊട്ടാഷ്യൻ്റെ അളവ് തീരെ കുറവാണ്. മണ്ണിന് ഇതിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുമില്ല. ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും വരുന്ന ഒരു വലിയ പ്രശ്നം, പൊട്ടാസ്യം അയോൺസ് നമ്മളെ മണ്ണിൽ നിന്ന് വെള്ളത്തിലൂടെ ഡിപ്ലീറ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ചെടീനെ സംബന്ധിച്ചിടത്തോളം പൊട്ടാസ്യത്തിൻ്റെ പ്രശ്നം എന്താ അറിയോ? ചെടിക്ക് ഈ പൊട്ടാസ്യത്തിനെ പിടിച്ചു നിർത്താനുള്ള സ്ഥലങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ പൊട്ടാഷ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പഴയ രീതിയിലുള്ള ആൾക്കാർ വിറക് കത്തിച്ച വെണ്ണീര്, അതേപോലെ തന്നെ നമ്മുടെ ചകിരി കത്തിച്ച വെണ്ണീരൊക്കെ തന്നെ തെങ്ങിനിട്ട് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കത്തിക്കുന്ന സമ്പ്രദായം നമ്മൾ വളരെ കുറഞ്ഞു. കാരണം ഓസോൺ പാളിയുടെ പ്രശ്നങ്ങളും അങ്ങനെ നമ്മളുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണവും നമ്മളെ വീടിലെ രീതികൾ മാറി. പണ്ടൊക്കെ വിറക് കത്തിക്കുന്ന അടുപ്പൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെല്ലാവരും ഗ്യാസിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അങ്ങനെ ഒരു ചാരത്തിൻ്റെ ലഭ്യതയും കുറഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേക്കും മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ ഒരു ചെടിക്ക് ആവശ്യത്തിൻ്റെ 10-1 പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പലപ്പോഴും നല്ല ഗ്രോത്ത് ഉണ്ടാവും. നൈട്രജനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ചെടി നന്നായിട്ട് അങ്ങ് വളരും. പക്ഷേ ഉൽപ്പാദനത്തിൻ്റെ ഘട്ടമെത്തുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉൽപ്പാദനം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ വിലയല്ല നിർണായക ഘടകം. നമ്മൾ പൊട്ടാസ്യം ചേർത്തേ പറ്റൂ. അപ്പോൾ ഓരോ ചെടിക്ക് എത്ര ചേർക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൊട്ടാഷ് നമ്മൾ ഒഴിവാക്കരുത്. അല്ലെങ്കിൽ നമുക്ക് വിറക് കത്തിച്ച വെണ്ണീരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ഏത് വിളകൾക്കാണെങ്കിലും നൈട്രജനത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് പൊട്ടാസ്യം കൊടുക്കേണ്ടതാണ് ഇന്നത്തെ നമ്മുടെ മണ്ണിൻ്റെയും നമ്മുടെ വിളകളുടെയും ഒരവസ്ഥ. NPK വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട ഒരു വളമാണ് മെഗ്നീഷ്യം. നമുക്ക് മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ രൂപത്തിലാണ് കിട്ടുക. അത് നമ്മളുടെ ഇന്നത്തെ മണ്ണിൻ്റെ അവസ്ഥ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി ന്യൂട്രിയൻ്റാണ് കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ എന്നിവയാണെങ്കിലും മണ്ണിൽ മെഗ്നീഷ്യം വളരെ കുറവ് ഇപ്പോൾ അവൈലബിൾ ഫോമിലുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് ഇത് കൊടുക്കേണ്ടി വരും.
അപ്പോൾ അത് നമ്മൾ ഒരിക്കലും മറ്റ് NPK വളത്തോടൊപ്പം മിക്സ് ചെയ്ത് ഉപയോഗിക്കരുത്. ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിർബന്ധമായും ചേർത്തിരിക്കുകയും വേണം. ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്നല്ലേ പറയുക. ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കൂട്ടാനും നമ്മളെ ചെടിക്ക് നല്ല പച്ചപ്പ് കിട്ടാനും ആരോഗ്യത്തോടെ വളരാനും നല്ല ഉൽപ്പാദനം ഉണ്ടാക്കണമെങ്കിൽ മഗ്നീഷ്യം നിർബന്ധമായിട്ടും കൊടുക്കണം. ഇനിയിപ്പം തെങ്ങിന് നമ്മളിതൊക്കെ കൊടുക്കേണ്ടത് എത്ര എന്നുള്ളത്, നൈട്രജൻ യൂറിയ നമുക്ക് ഒരു കിലോ കൊടുക്കുന്നെങ്കിൽ 1 കിലോ മുതൽ 2 കിലോഗ്രാം വരെ നമുക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം നമുക്ക് കൊടുക്കാം. അതേസമയം മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് 1/2 കിലോഗ്രാം മുതൽ 1 കിലോഗ്രാം വരെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അധികം ആൾക്കാരും നമ്മൾ കുമ്മായം, NPK, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഒന്നിച്ച് വാങ്ങിയിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിൽ മിക്സ് ചെയ്യാൻ പാടില്ലാത്തത് കുമ്മായം ആരുടെ കൂടി മിക്സ് ചെയ്യരുത്. ആദ്യം കൊടുക്കേണ്ട സംഭവമാണ് കുമ്മായം. മണ്ണിൻ്റെ പുളിരസം കളയാനും ചെടിക്ക് കാൽഷ്യം കിട്ടണമെങ്കിലും കുമ്മായം കൊടുത്തേ പറ്റൂ. അത് നമ്മൾ മണ്ണ് ഒരുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചേർക്കണം, മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം. അത് കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ജൈവവളങ്ങൾ ചേർക്കുക. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് NPK വളങ്ങൾ ചേർക്കാം. പിന്നെയും 15 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് പലരും ഇപ്പോൾ വളം ചെയ്യുന്ന സമയമാണ്. വളം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് ഈ ഒരു അബദ്ധം സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലവാക്കിയ പൈസയുടെ ഗുണമൊന്നും നമ്മളെ ചെടിക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.